Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലെ രണ്ടാമത്തെ എക്സാം ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം ലൈവ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഓൺലൈൻ കോച്ചിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ എസ് അതുപോലെ തന്നെ പാർട്ട് എ, പാർട്ട് ബി, അതിൽ പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. എസ് ഞാനൊരു 4 ചോദ്യങ്ങൾ തന്നെയാണ് സജഷൻ നൽകിയിട്ടുള്ളത്, 4-5. അതിലെ ആ സെയിം ചോദ്യങ്ങളാണ് മുഴുവനായിട്ട് ഇപ്രാവശ്യം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. 2 മാർക്സ് ആണെങ്കിലും 5 മാർക്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു മാറ്റമില്ല. നമ്മുടെ സജഷൻസ് അതുപോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് പേപ്പർ വന്നിട്ടുള്ള ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതിലെ പാർട്ട് എ 8 ചോദ്യങ്ങൾ. നമ്മളൊരു 10-12 ചോദ്യങ്ങളുടെ സജഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അതിലത്തെ എല്ലാ ചോദ്യങ്ങളും ഇതിലുണ്ടെന്ന് കാണാം. വാട്ട് യു മീൻ ബൈ ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ്? ഞാൻ എൻ്റെ 2 മാർക്സിൻ്റെ ആദ്യം പറഞ്ഞിട്ടുള്ള ചോദ്യം ഇതാ, ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സിനെ പറ്റിയിട്ട്. ദെൻ കോർപ്പറേറ്റ് ഇമേജ് എന്താണ്? ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റൊരു ചോദ്യമാണ്. സോ അതും വന്നിട്ടുണ്ട്. ദെൻ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എത്തിക്സ് കമ്മിറ്റി ഇൻ ബിസിനസ് എത്തിക്സ് കമ്മിറ്റി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു ചോദ്യമാണ്, അതും വന്നിട്ടുണ്ട്. ദെൻ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ കോർപ്പറേറ്റ് എക്സലൻസ്? ഷുവർ ക്വസ്റ്റിൽ പറഞ്ഞ മറ്റൊരു ചോദ്യം, അതും വന്നിട്ടുണ്ട്. ദെൻ ഹൗ ഗവൺമെന്റ് ഫിലോസഫി ഇൻഫ്ലുവൻസേഴ്സ് ബിസിനസ് എത്തിക്സ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഡിഫൈൻ കോർപ്പറേറ്റ് ഗവർണൻസ് നോക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് എന്താണ്? ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ്? അതും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. എന്ന് വെച്ചാൽ 2 മാർക്കിൻ്റെ നമ്മളൊരു 10-12 ചോദ്യങ്ങളുടെ സജഷൻ, 10 ചോദ്യങ്ങളാണ് സജഷൻ നൽകിയിട്ടുള്ളത്. അതിൽ ഒരു ചോദ്യം ഒഴിച്ച് ബാക്കി എല്ലാ ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ് പാർട്ട് എയുടെ കാര്യങ്ങൾ. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ദെൻ ബ്രീഫ്ലി ഡിസ്കസ് ദി ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ഫ്രെഡ്മാൻസ് ഡോക്ട്രീൻ. ദെൻ റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചില്ല. വാട്ട് ആർ ദി പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് ഹാവിംഗ് സ്ട്രോങ് ബിസിനസ് എത്തിക്സ്? ബെനിഫിറ്റ്സ് നോക്കാൻ പറഞ്ഞ ചോദ്യമാണ് വന്നിട്ടുണ്ട്. ദെൻ കോഡ് ഓഫ് എത്തിക്സ് എന്താണ്? ബ്രീഫ് ദ എസെൻഷ്യൽ കോമ്പോണൻസ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ്. ഞാൻ 5 മാർക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നു പറഞ്ഞ ചോദ്യമാണ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അതും പറഞ്ഞ ചോദ്യമാണ്, ബെനിഫിറ്റ്സ് ഓഫ് വിസിൽ ബ്ലോയിങ് മെക്കാനിസം. നമുക്ക് നോക്കിയാൽ കാണാം. റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നോളേജ് മാനേജ്മെന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വൈ? അതും പറഞ്ഞ ചോദ്യമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഫങ്ഷൻസ് ഓഫ് എത്തിക്സ് കമ്മിറ്റി, അതും പറഞ്ഞ ചോദ്യമാണ്. ദെൻ ഡിസ്കസ് ദി സ്റ്റേജസ് ഓഫ് കമാൻഡ്സ് മോഡൽ ഓഫ് CSR നോക്കാൻ പറഞ്ഞ ചോദ്യം. ദെൻ ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്, അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഞാൻ എന്തായാലും പറഞ്ഞ ചോദ്യമാണ്. ദെൻ ഇനി എസ് ആണ് ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ അതുപോലെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നമുക്ക് നമ്മൾ നൽകിയിട്ടുള്ള സജഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ സജസ്റ്റ് ചെയ്ത ചോദ്യങ്ങളാ SAക്ക് വേണ്ടിയിട്ട് 5 ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആദ്യം ഞാൻ പറഞ്ഞു തരുന്നത് പവേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ എവിടെ വന്നു? പാർട്ട് ബിയിൽ 5 മാർക്സിൻ്റെ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞൊരു ചോദ്യമാണ്. റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ SAയിൽ പറഞ്ഞ ആദ്യത്തെ ചോദ്യം 5 മാർക്കിൻ്റെ വന്നിട്ടുണ്ട്. ഇനി
റോൾ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ അച്ചീവിങ് കോർപ്പറേറ്റ് എക്സലൻസ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു ചോദ്യം. ഇനി ഇതിന്റെ എസ്സേ നോക്കാം. ഇനി ബിസിനസ് എത്തിക്സ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്, മറ്റൊരു ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്പർ 4 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. അതിലെ എത്തിക്കൽ മോഡൽസ് എന്താണ് ഫോർ മേക്കിംഗ് ഡിസിഷൻ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇത്രയാണ് ഞാൻ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി നിങ്ങൾ ഈ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ പാർട്ട് ബിയിലത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യം എന്താ, പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. അത് ഞാൻ എസ്സിയിൽ എന്തായാലും നോക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്, അത് വന്നിട്ടുണ്ട്. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും വന്നു. ദെൻ എത്തിക്കൽ മോഡൽസ്, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 19, ഡിഫറെൻറ്റ് എത്തിക്കൽ മോഡൽസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. എസ്സേ വന്നു. ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ്, അത് നമ്മൾ 2 മാർക്സിൻ്റെയിലും 5 മാർക്സിൻ്റെയിലാണ് കൂടുതൽ പ്രതീക്ഷിച്ചത്. ഇത് മാത്രമാണ് നമ്മുടെ എസ്സേക്ക് പ്രതീക്ഷിക്കാണ്ട് കയറി വന്നിട്ടുള്ളത്. ഇനി എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിസിനസ് എത്തിക്സ്. നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യം റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ അച്ചീവിങ് കോർപ്പറേറ്റ് എക്സലൻസ്. അതും എസ്സേയിൽ പറഞ്ഞു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത 5 ചോദ്യങ്ങളിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാതും വന്നു എന്നുള്ളതാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് 2 and 5 പ്രതീക്ഷിച്ചത്. ബാക്കി ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് സജസ്റ്റ് ചെയ്തിട്ട് അതിലെല്ലാ ചോദ്യങ്ങളും എക്സാമിന് അതുപോലെ തന്നെ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം ലാസ്റ്റ് മൊമെന്റിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത് മാത്രം നോക്കി പോയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ്. നെക്സ്റ്റ് ലീഗൽ ആസ്പെക്ട്സ് ആണ്. ലീഗൽ ആസ്പെക്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ അങ്ങനെ എല്ലാ സപ്പോർട്ട് വീഡിയോസ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ എത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.